ആകസ്മികമായി കുത്തിടിഞ്ഞു വീഴുന്ന വിലയുടെയും വിളവിൻ്റെയും മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന മലനാടൻ കർഷകരിൽ നിന്ന് ജോൺ പൊറ്റാസ് വ്യത്യസ്തനാകുന്നത് തൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടെയാണ്. കർഷകന് തൻ്റേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവണമെന്നാണ് ജോൺ ശഠിക്കുന്നത്. ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വില ലഭിക്കുവാൻ നാം എന്തു ചെയ്യണം എന്ന അന്വേഷണം ഒരു പരിധിവരെ ഗുണപ്രദമാണെന്ന് ഇദ്ദേഹം പറയുന്നു. കുരുമുളകിനും കാപ്പിക്കും കൂടുതൽ വില കിട്ടാൻ എന്താ വഴിയെന്ന് ഞാൻ ചിന്തിച്ചു. കാപ്പി പൾപ്പ് ചെയ്ത്, അതായത് പാർച്ച്മെൻ്റാക്കി വിറ്റാൽ കൂടുതൽ വില കിട്ടുമെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ വന്നുകൊണ്ട് കൂടുതൽ വില കിട്ടുന്നുമുണ്ട്. കാപ്പിക്കുരു പൾപ്പ് ചെയ്ത് പാർച്ച്മെൻ്റാക്കി വിൽക്കുന്നത് വഴി കുത്തി പരിപ്പാക്കി കൊടുക്കുന്നതിലും കൂടുതൽ ആദായം നേടുവാൻ ജോണിന് സാധിക്കുന്നു. വിളവിൻ്റെ മൂല്യവർധനയ്ക്ക് തയ്യാറല്ലാത്ത സാധാരണ കർഷകർ തോട്ടത്തിലെ വിളവ് മൊത്തമായി മുൻകൂർ കരാറിൽ വിറ്റുവരുന്ന ഇന്ന് വിളയിൽ പരമാവധി മൂല്യം നേടിയെടുക്കുന്ന ഈ കർഷകനെ കണ്ടറിയേണ്ടതുണ്ട്. 10-12 വർഷം മുൻപ് കുരുമുളകിന് വില കത്തി നിൽക്കുന്ന കാലത്ത് അതിനെ വെളുത്ത മണികളാക്കി മാറ്റിയെടുത്ത് വിറ്റതിനാൽ ജോണിന് ലഭിച്ചത് ഇരട്ടി ലാഭമായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന 15 ടൺ വെള്ള കുരുമുളകിൽ 5 ടണ്ണും ജോണിൻ്റെ പുരയിടത്തിൽ നിന്നുള്ളതായിരുന്നു. തമാശയായിട്ടാണെങ്കിലും പറയുമായിരുന്നു, ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് 15 ടൺ വൈറ്റ് പേപ്പറാണ്, അതിനകത്ത് 5 ടണ്ണും എൻ്റെ ഫാമിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ 1/3 എൻ്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് തമാശയായിട്ട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ മെച്ചപ്പെട്ട വില ലഭിക്കാൻ ഇടവന്നു. അതിനേക്കാൾ ഉപരി മൂല്യവർദ്ധക പ്രക്രിയയിൽ ജോൺ കൈവരിച്ച നേട്ടങ്ങൾ അനവധി. കുരുമുളകിനെ അപ്പാടെ വിൽക്കാതെ പല അളവിലുള്ള അരിപ്പയിൽ അരിച്ചെടുത്ത് ഗ്രേഡ് തിരിച്ച് വിൽക്കുക വഴി വലിയ മുളകിന് കൂടുതൽ വില നേടാനായി. തലശ്ശേരി എക്സ്ട്രാ ബോൾഡ് എന്ന ഇനം മുളകിൻ്റെ അതേ വലിപ്പമുള്ള മണികൾ മലനാട്ടിൽ സുലഭമാണെങ്കിലും തരംതിരിച്ചെടുക്കുന്ന ഈ രീതി കർഷകർ അവലംബിക്കുന്നില്ല. മറ്റേത് കാർഷിക ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒന്നാണ് കാപ്പി. ഇവിടുത്തെ കാലാവസ്ഥയിൽ റോബസ്റ്റോ കാപ്പി നന്നായി വളരുന്നു. അറബിക്ക വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല. റോബസ്റ്റോ കാപ്പിക്കുള്ളൊരു ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് കാലാവസ്ഥ എങ്ങനെ ഇരുന്നാലും അതിന് നന്നായിട്ട് വളപ്രയോഗവും നനയും കൊടുത്താൽ, സമയാസമയങ്ങളിൽ വളവും നനയും കൊടുത്താൽ, അതിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങൾ പണിയും ചെയ്താൽ അതിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വിളവ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു കൃഷിയിലും അങ്ങനെ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് കാപ്പി തിരിച്ചു തരുന്നത്. നന്നായിട്ടുള്ള വളപ്രയോഗവും ജലസേചനവും മികച്ച വിളവ് തരും. പിന്നെയല്ല, കൂടെ കൂടെ എന്നതാണ് കാപ്പിയുടെ പ്രകൃതം. ഇക്കൊല്ലം ചെയ്ത വളപ്രയോഗം ഇത്തവണത്തെ വിളവിൽ തന്നെ ദർശിക്കാനാകും. മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ വിളവും വിലയും ഏറ്റക്കുറച്ചിലിന് വിധേയമാകുമ്പോൾ കാപ്പിക്ക് വിളവ് ഒരു പ്രശ്നമേയല്ല. കമ്പോള നിലവാരം എന്തുമാകട്ടെ, വിളവ് എന്നും ആനുപാതിക അളവിലായിരിക്കും. ഇപ്പോൾ 8 ടൺ വരെ കാപ്പിക്കുരുവാണ് ഇദ്ദേഹത്തിന് പ്രതിവർഷം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് വാനില കൃഷി മലവെള്ളം പോലെ ഉയർന്നൊഴുകിയ കാലത്താണ് ജോണും കൃഷി ചെയ്തു തുടങ്ങിയത്. വാനില ഒരു തനിവിളയല്ല ഈ തൊടിയിൽ. കാപ്പിക്കും കുരുമുളകിനുമിടയിൽ ഒഴിവുള്ള സ്ഥലത്ത് മാത്രം വാനില വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഉള്ള ചെടികളെ വളരെ ശ്രദ്ധയോടെ പരിചരിക്കുവാൻ ഇദ്ദേഹം സദാ കർമ്മനിരതനാണ്. വാനില കൃഷിയുമായിട്ട് പരിചയപ്പെടുന്നത് ഒരു 15 കൊല്ലം മുമ്പാണ്. ആദ്യമായി സ്പൈസസ് ബോർഡിൽ നിന്നും രാമമംഗലം ഊരമന ഭാഗത്ത് ഈ കൃഷി കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള പല ആളുകളും അതിലന്ന് ശരിക്കും വ്യാപകമായ കൃഷി ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും അന്നൊന്നും ആ കൃഷിയിലേക്ക് ആകർഷണമായില്ല ഞാൻ. എന്നാൽ കഴിഞ്ഞ ഒരു 6-7 വർഷം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ കുറച്ച് വാനിലത്തണ്ട് നിർബന്ധമായിട്ട് കൊണ്ടു തന്നത് ഞാനിത് കൃഷി ചെയ്തു. അതിൽ നിന്ന് വ്യാപിപ്പിച്ച് ഓരോ വർഷവും മുറിച്ച് നട്ട് ഇപ്പോൾ ഏകദേശം 2000-ഓളം ചെടി എനിക്കുണ്ട്. 3 വർഷം മുൻപ് പച്ച ബീൻസിന് 4000 രൂപ വരെ വില വന്നപ്പോൾ വാനിലയുടെ പരമാവധി മൂല്യവർധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിരുന്നു ജോണിൻ്റെ ശ്രമം. സ്വന്തം വീട്ടിൽ വച്ച് തന്നെ ബീൻസ് പ്രോസസ് ചെയ്തെടുക്കുകയുണ്ടായി. ഈ ഉൽപ്പന്നത്തിന് കിലോയ്ക്ക് 40,000 രൂപ ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ
കണക്കുകളൊന്നും ലക്ഷ്യം കണ്ടെത്തിയില്ല. പ്രോസസ് ചെയ്യപ്പെട്ട വാനില ബീൻസിന് വിപണിയിൽ സ്ഥാനം ലഭിക്കാതെ വന്നു. തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാവാതെ നന്നേ ബുദ്ധിമുട്ടി. കാപ്പി ആയാലും കുരുമുളകായാലും എന്ത് സാധനമായാലും അതിൻ്റെ ഒരു പരമാവധി എൻഡ് പ്രോഡക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ തീരുമാനിച്ചു. 4000 രൂപ വിലയുള്ളപ്പോൾ ആ പച്ചക്കായ വിൽക്കാതെ പ്രോസസ്സ് ചെയ്ത് വെച്ചു. എൻ്റെ പല സ്നേഹിതന്മാരും അതുപോലെ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. കാരണം വാനിലയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു 3-4 മാസം കൊണ്ടാണ്. നന്നായിട്ട് പ്രോസസ്ഡ് ആവണമെങ്കിൽ 6 മാസമെങ്കിലും വേണം. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇത് വാങ്ങാൻ ആളില്ലാതായി. പ്രോസസ്സ് ചെയ്ത ബീൻസ് ആർക്കും വേണ്ട. അപ്പോൾ 40,000 രൂപ കിലോയ്ക്ക് വിലയുണ്ടെന്ന് പറഞ്ഞു. വിൽക്കാൻ ചെല്ലുമ്പോൾ പറയും ഇപ്പോൾ വേണ്ട, അടുത്ത ആഴ്ച ആട്ടെ എന്ന് പറയും. വീണ്ടും അതേമാതിരി പല പ്രാവശ്യം വന്ന് അവസാനം ഇതാരും വാങ്ങില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ തോറ്റു കൊടുക്കാനുള്ളൊരു മനസ്സ് ഇല്ല. അതുകൊണ്ട് ഞാനിത് എവിടെ ചെലവഴിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചു. ഇന്റർനെറ്റ് വഴി ലോകമെങ്ങുമുള്ള വിപണന സാധ്യതകൾ അന്വേഷിച്ചു നടന്നു. പ്രോസസ് ചെയ്യപ്പെട്ട വാനിലയുടെ പാചകക്കുറിപ്പുകൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ചു. രണ്ടോ മൂന്നോ ബീൻസ് വീതം കൺസ്യൂമർ പാക്കുകളാക്കി പാചകക്കുറിപ്പുകൾക്കൊപ്പം ഇന്ത്യയിലുടനീളമുള്ള നക്ഷത്ര ഹോട്ടലുകളിൽ എത്തിക്കുവാൻ സാധിച്ചു. ഒപ്പം വിനോദസഞ്ചാരത്തിനായി എത്തുന്ന വിദേശീയർക്കും വിൽക്കുവാനായി. മെമൻറ്റോ ഫ്രം കേരള എന്നുള്ള നിലയിൽ 2 ബീൻസ് ഒരു പാക്കറ്റിനകത്താക്കി തരക്കേടില്ലാത്ത കവറിങ്ങിൽ തരക്കേടില്ലാത്ത അട്രാക്ഷനുള്ള ബോക്സിലാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് മൂന്നാറിലും തേക്കടിയിലും കുമിളിയിലും വണ്ടമേടിലും എല്ലാം ആദ്യം കൊടുത്തു. പിന്നെ എറണാകുളത്ത് കൊടുത്തു. അങ്ങനെ പിന്നെ പല വലിയ ടൂറിസ്റ്റ് ഹോമുകളിലുള്ള വലിയ ഹോട്ടലുകളുടെ ചെയിനുള്ള ഹോട്ടലുകളിലെല്ലാം കൊടുത്തു. അങ്ങനെ ഒരു തീവ്ര ശ്രമം നടത്തി വർക്കല കൊണ്ടുപോയി കൊടുത്തു, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുത്തു, കോവളത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഈ സ്ഥലങ്ങളിലെല്ലാം കൊടുത്ത് അങ്ങനെ തീവ്രമായിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോസസ്ഡ് ബീൻസിൽ മുഴുവൻ തന്നെയും നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. പ്രകൃതിദത്ത വാനിലയ്ക്ക് ഇന്ത്യയിൽ വിപണന സാധ്യതകൾ അന്യമാകുമ്പോൾ ഇവിടേക്ക് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് 600 ടണ്ണോളം സിന്തറ്റിക് വാനില എസൻസ് ആണ്. കേക്കിനും ഐസ്ക്രീമിനുമൊക്കെ സുഗന്ധവും രുചിയും തരുന്ന ഈ എസൻസുകൾക്ക് പക്ഷേ പ്രകൃതിദത്ത വാനിലയുമായി തീരെ ബന്ധമില്ല. കട്ട പിടിക്കാതിരിക്കുവാനായി ഡീസലിൽ ചേർക്കുന്ന പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ എന്ന രാസപദാർത്ഥമാണ് ഈ അപരനിൽ ഏറിയ പങ്കും. നമ്മുടെ ദൈനംദിന ആഹാര പദാർത്ഥങ്ങളിൽ വാനിലയുടെ തനത് രുചി സമൃദ്ധി നിറച്ചെടുക്കുവാൻ ചില കുറുക്കുവഴികൾ ജോൺ പൊറ്റാസ് നിർദ്ദേശിക്കുന്നുണ്ട്. വാനിലയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിപണി കണ്ടെത്തുന്ന ശ്രമത്തിലാണ് താനെന്ന് ജോൺ പൊറ്റാസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യക്ക് അകത്തൊരു കൺസ്യൂമർ മാർക്കറ്റ് ഇതിനുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഫോറിൻ എക്സ്പോർട്ട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കൃഷി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഈ കൊല്ലത്തെ അനുഭവം മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനും ശ്രമിച്ചു. അങ്ങനെ റെസിപ്പികൾ സഹിതം 5 സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലത്തെ വലിയ മുന്തിയ ഹോട്ടലുകളിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുകയും അവരിൽ പലരും ഇത് ആവശ്യപ്പെടുകയും സാമ്പിൾ ആവശ്യപ്പെടുകയും അങ്ങനെ സാമ്പിൾ കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കുറച്ചെങ്കിലും വിജയിക്കും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്.